ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ഇന്ന് നമുക്കൊരു ഹെയർ മാസ്ക് പരിചയപ്പെട്ടാലോ? ഇത് പരട്ടി കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവില്ല. അതായത് ഹെയർ ലോസിന് പല കാരണങ്ങളുണ്ട്. അയൺ ഡെഫിഷ്യൻസി വന്നാലുണ്ടാവും, തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്കുണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതുപോലെ വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഡോക്ടറെ കാണിച്ചാലേ പറ്റുള്ളൂ. ഇതല്ല, നമ്മുടെ സാധാരണ നമുക്ക് ഒരുപാട് മുടി ഇങ്ങനെ ഊരിപ്പോരുന്നുണ്ടല്ലേ. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ചെയ്യേണ്ട ഒരു മാസ്കാണ്. മാസത്തിൽ 2-3 തവണ ചെയ്യാം കേട്ടോ. കടുക് തലേദിവസം തൈരിൽ ഇട്ട് വയ്ക്കുക, കുതിർത്ത് വയ്ക്കുക. പിറ്റേ ദിവസം അങ്ങനെ അരച്ച് പേസ്റ്റ് രൂപത്തിലെടുക്കുക. വെള്ളം തൊടാതെ അരക്കണേ, ഇത് മാത്രം മതി. ആദ്യം ഇത് ഇടുന്നതിന് മുന്നേ കോംബ് ചെയ്യണം. അത് ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ട് നന്നായി കോംബ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം കോംബ് ചെയ്യണം. ഓക്കെ, അപ്പം നല്ല ബ്ലഡ് സർക്കുലേഷൻ തലയോട്ടിൽ ഉണ്ടാവും. അതിന് ശേഷം മാസ്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ എണ്ണ ഉണ്ടെങ്കിൽ, ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യാറില്ല. കുറച്ച് എണ്ണ യൂസ് ചെയ്യണം, കുറച്ച് മതി. അതായത് ഇങ്ങനെ കണ്ട അത്രയേ ഉള്ളൂ. ഇതിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര ഡ്രൈ ആയി പോവാതിരിക്കാനായി മാസ്ക് ഇടുമ്പോൾ കണ്ടിട്ടില്ലേ, നന്നായിട്ട് ഹെയർ ഡ്രൈ ആയി പോവും. ഓക്കെ, അതിന് ശേഷം കഴുകുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ വേണം കഴുകാനായിട്ട്. തലേദിവസത്തെ കഞ്ഞിവെള്ളമായി നന്നായി, ഇല്ലെങ്കിൽ തണുത്ത കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിന് ശേഷം കുറച്ചെടുത്ത് രാവിലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. പിന്നെ മാസ്ക് ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെയിലുള്ളപ്പോൾ മാത്രം ഇടുക. തണുപ്പുള്ളപ്പോൾ ചിലർക്ക് തണുപ്പൊന്നും പറ്റില്ല കേട്ടോ, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വളരെ നല്ല ബെനിഫിറ്റുള്ള ഒരു മാസ്കാണേ. ഞാനിതാണ് ചെയ്യാറ്. ഹെയർ വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ, ഇത് വലിച്ചാലൊന്നും ഓരോന്നില്ല, നല്ല ഹെൽത്തി ആയിട്ട് വളരും. നന്നായിട്ട് വേഗം ഞാൻ ഈ ഫ്രണ്ടിലെടുക്കണ ഹെയർ കണ്ടോ, ഇത്രയായിട്ട് വെട്ടാറുള്ളതാ, ഇപ്പോഴും വെട്ടും. കണ്ടോ, ബാക്ക് നോക്കൂ, ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഈ ഇതിട്ട് കഴിഞ്ഞാൽ വളരും ചെയ്യും. പിന്നെ അതുപോലെ പെട്ടെന്നൊന്നും അരയ്ക്കൊന്നുമില്ല കേട്ടോ. ഡൈഡ് അമിത ഉപയോഗം എപ്പോഴും ഹെയർ ലോസ് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഡൈയുടെ ഉപയോഗം കുറയ്ക്കുക. അതെ, ഇതുപോലെയൊക്കെ ശരീരത്തിനെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ വയറിനെ സ്നേഹിക്കുന്നില്ലേ, പല പല ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് അതൊക്കെ കഴിക്കും അല്ലേ. അപ്പോൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. വ്യായാമം ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ നല്ല വ്യായാമം ചെയ്യുക. ഇതൊക്കെ ഹെയറിൻ്റെ ഗ്രോത്ത് കൂട്ടും. ഓക്കെ, അതിന് ശേഷം ഹെയറിനെ സ്നേഹിക്കുക. വയറിനെ സ്നേഹിക്കാതെ ഹെയറിനെ സ്നേഹിക്കുക. ഓക്കെ, അപ്പോൾ ഹെയറൊക്കെ ഉണ്ടാവും. നമ്മളൊന്ന് സ്നേഹിക്കുന്നേ, സ്വയം സ്നേഹിച്ചൂടെ. അപ്പോൾ ലൈഫ് ഓഫ് ഹേമയുടെ വ്ലോഗ് ചാനൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. 10K ആകുമ്പോൾ ഗിഫ്റ്റ് ഉണ്ട്, മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണം. ഈ ഹെയർ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പം ഞാൻ ഇടാൻ പോവാണ്. കുറച്ച് നേരം മസാജ് ചെയ്തു, ഒരല്പം മാത്രം ഓയിൽ അപ്ലൈ ചെയ്തു. അത് നിങ്ങളുടെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മൈലാഞ്ചി ഇടാറില്ലേ, ഹെന്ന യൂസ് ചെയ്യുന്ന പോലെ മാസ്ക് നമ്മൾ കുറച്ച് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ പരട്ടി. ശരിക്കും ഇത് തലയോട്ടിയിലാണ് പരട്ടേണ്ടത്. ഓക്കെ, മാസ്ക് എന്ന് പറഞ്ഞാൽ ഹെയറിലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഹെയർ ഫോളിക്കിൽ അല്ലേ ഡാമേജ് വരുമ്പോഴാണ് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് തലയോട്ടിയിൽ തേക്കേണ്ടതാണ്. കണ്ടോ, ഗ്രോത്തിന് വേണ്ടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തൈര് ചേർക്കണതുകൊണ്ട് വളരെ ഗുണമുണ്ട് കേട്ടോ. നല്ല സിൽക്കി ആൻഡ് ഷൈനിങ് ഹെയർ ആവും. ഞാൻ ഇങ്ങനെയൊക്കെ തേക്കും. എൻ്റെ ടൈം വളരെ കുറവാണ്, അതുകൊണ്ട് അപ്പോൾ എല്ലാവരും
ഇത് പരത്താൻ ശ്രമിക്കുക. കുറച്ച് എടുത്ത് തേക്കാനുള്ള ടൈമുണ്ട് എനിക്ക്. ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വേഗം നമുക്ക് പൊളിച്ച് 10-15 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. നീറ്റിലില്ല, തൈര് ചേർക്കണോണ്ട് നീറ്റിലൊന്നും ഉണ്ടാവില്ല. കടുക് മാത്രം അരച്ച് തേച്ചാൽ മാത്രമാണ് നമുക്ക് നീറ്റിൽ. അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. കടുക് മാത്രം അരച്ച് തേക്കും. ഉണ്ണി അപ്പോൾ എല്ലാവർക്കും കണ്ടോ. ഇനി ഞാൻ ഇങ്ങനെ കെട്ടി വയ്ക്കും. ഓക്കെ, കടുക് അരച്ച് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക, അരയ്ക്കുക, ഇങ്ങനെ തേക്കുക. 10-15 മിനിറ്റ് നിങ്ങളുടെ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് അരമണിക്കൂറൊക്കെ ഇട്ടോളൂ കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഉലുവ ചേർത്ത് അരച്ച കഞ്ഞിവെള്ളത്തിലും നമുക്ക് കഴുകിയെടുക്കാം. കറ്റാർവാഴയിട്ട് വെള്ളം തിളപ്പിച്ച് തല വാഷ് ചെയ്യാം. ഒരു തേയില വെള്ളമിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഹെയറിന് വളരെ നല്ലതാണ്, ഗുണം ചെയ്യും കേട്ടോ. അപ്പം ഇനി അടുത്ത മാസ്കുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻ്റ് അറിയിക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്.